എന്നാൽ നമ്മളെ തക്കാളി ഇട്ടിട്ട് മുളകിട്ട മീൻകറി വെക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അധികം തക്കാളി എടുക്കുക. അപ്പോൾ കറി എത്ര അധികം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തക്കാളി കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെ ഒരു ചെറിയുള്ളി അതേപോലെ തന്നെ 2 സബോള എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ച് വെക്കുക. ഇങ്ങനെ തക്കാളി അരച്ച് വെക്കുക. തക്കാളി നല്ല പോലെ അരയണം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, പച്ചമുളക്, അതേപോലെ തന്നെ കറിവേപ്പിലയും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ വെക്കുക. എന്നിട്ട് ചട്ടി അടപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഡയറക്റ്റ് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ഡയറക്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ഒഴിക്കുക. അപ്പോൾ ഇത്തിരി അധികം ഒഴിച്ചാൽ നമുക്ക് മുളക് പൊടിയൊക്കെ നല്ലോണം മുരിഞ്ഞ് കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി അധികം ഒരു 3 സ്പൂണ്, വലിയ സ്പൂണാണെങ്കിൽ ഒരു 3 സ്പൂൺ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണ് ഫുള്ളായിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് വഴണ്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചെറിയുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഉണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് പാകാകുമ്പോൾ അതിലേക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കാശ്മീരി ചില്ലി, സാധാ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അതേപോലെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിയുടെ കളറ് വന്നിട്ട് റെഡ് കളറായിട്ടിരിക്കും കാശ്മീരി ചില്ലി ഇടുന്ന കാരണം കൊണ്ട്. കാശ്മീരി ചില്ലി ഇടാണ് നമ്മൾ, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മതി. ഇത് നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോൾ മുളക് പൊടി ആദ്യം ഇടണം, അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ മുളക് പൊടി പിന്നെ നല്ലോണം മൂക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ആദ്യം ഇത് ഇട്ടിട്ട് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയിലേക്കും ചോറിലേക്കും ഒക്കെ നല്ല എല്ലാത്തിലേക്കും, ദോശയുടെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നാളികേരമൊന്നും അരയ്ക്കണ്ട, നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്. നാളികേരമൊക്കെ അരച്ച് കുറേ കറി വയ്ക്കണ്ട. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിന് കൂടുതൽ വേണമെന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇടണം. മുളക് പൊടിയുടെയൊക്കെ അളവ് കൂട്ടാം കേട്ടോ. ഇനി ഈ തക്കാളി നമ്മൾ ഇതിൽ ഒഴിച്ചില്ല. ഇനി നല്ല പോലെ തക്കാളി ഇതിൽ കിടന്നൊന്ന് വഴട്ടണം. നല്ല പോലെ വഴണ്ടില്ല എന്നുണ്ടെങ്കിൽ ആ പച്ചക്കുത്തായിട്ട് കറിയുടെ ടേസ്റ്റ് മാറും. അപ്പം നല്ല പോലെ വഴട്ടാം കേട്ടോ. പിന്നെ ഒരു കഷ്ണം കുടപ്പുളി ഇടുക. പുളി നമ്മുടെ ഓൾറെഡി തക്കാളിയിൽ പുളി ഉള്ളത് കൊണ്ട് കുറേ പുളി ഒഴിക്കണ്ട. ഇനി പുളി നല്ലോണം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുടംപുളി 1-2 ഇടാം കേട്ടോ. അപ്പോൾ അതിടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. കുറേ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഗ്രേവി ടൈപ്പിൽ ഇരിക്കും കറി. വല്ലാണ്ട് വെള്ളം പോലെ ഉണ്ടാവും. അല്ല എന്നാൽ കുറച്ച് വെള്ളം ആവും ചെയ്യുക. കറി ചോറിലേക്കൊക്കെ ഒഴിച്ച് കൂട്ടാനൊക്കെ ഉള്ള പോലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ തക്കാളി നല്ലോണം വഴറ്റിയതിന് ശേഷമേ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഏകദേശം തക്കാളി വഴറ്റി വന്ന് അപ്പോൾ നമ്മൾ അതിലേക്ക് മീനിട്ട് കൊടുത്തു. മീനിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ വെള്ളം ഒഴിക്കുക. കാരണം മുളകൊക്കെ ഒന്ന് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അയിലയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അയില ചെറിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ പറയും അയിലത്തല അളിയന് കൊടുക്കില്ല, അളിയൻ വീട്ടിൽ നിന്ന് പോവില്ല, അത്രയും ടേസ്റ്റാണെന്നാണ് പറയണത് അയിലത്തലയ്ക്ക്. എനിക്ക് തോന്നണത് അതൊന്നല്ല. അയില പണ്ടൊക്കെ പൈസയൊക്കെ ഇല്ലാത്ത കാരണം കൊണ്ട് അയിലൊക്കെ കുറച്ചേ വാങ്ങണ്ടാവുള്ളേ. അപ്പോൾ അത് തല കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഇട്ടിട്ട് കറി വെക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ വെറുതെ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടാക്കിയെന്ന് തോന്നുന്നു. ടേസ്റ്റ് ഉണ്ട്, അയിലക്ക് തലയ്ക്ക് ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടോ ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഈ പാത്രം വെച്ച് മൂടിയിട്ട് കറി വെച്ച് വന്നിട്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ മേലെയുള്ള ആ വെള്ളം ആ കറിയിൽ വീഴാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ പോവും. അപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്.